വലിയൊരു ദൈവരാജ്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ. നമ്മൾ പലപ്പോഴും നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ പ്രശ്നങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ചെയ്യുക. Yes,
वहाँ तूने वारिस बनाया परमेश्वर ने जहाँ पर लगा, वहाँ तूने वारिस बनाया। ആരാധനയ്ക്ക് തടസ്സമായിരിക്കുന്നു എല്ലാ തടസ്സങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുക. ദൈവ സാന്നിധ്യം നിറയട്ടെ. ആമേൻ. കുറഞ്ഞു വീഴാതെ വിശ്വസിക്കുന്നുണ്ട്. ദൈവം എല്ലാവരെയും പുതുതാക്കുന്ന ദൈവം. എല്ലാത്തിനെയും പുതുതാക്കുക. ഹല്ലേലൂയ. എല്ലാവരെയും എല്ലാത്തിനെയും പുതുതാക്കുന്ന ദൈവം നമ്മുടെ ദൈവം. എത്ര പേര് വിശ്വസിക്കുന്നു? എല്ലാത്തിനെയും
നമ്മൾ വരെ യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പുതിയ വ്യക്തിയാ. ഹല്ലേലൂയ. നമ്മൾ ആരാണ്? നമ്മൾ പുതിയ വ്യക്തി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ പഴയ വ്യക്തിയല്ല, നമ്മൾ പുതിയ വ്യക്തി. യേശു വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാവരും പുതിയ വ്യക്തിയാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷെ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സൊന്ന് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മുടെ യേശുവിനെ വിശ്വസിച്ചിട്ട് നമ്മൾ ആ പഴയ വ്യക്തിയല്ല, നമ്മൾ പുതുക്കപ്പെടണം. യേശുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തോ ആയിക്കോട്ടെ, നമ്മളൊന്നിനും കൊള്ളാത്തവരാ, നമ്മൾ കഴിവില്ലാത്തവരാ. യേശുവിനെ അറിഞ്ഞ ശേഷം ചിലപ്പോൾ ലോകരുടെ മുമ്പിൽ നമ്മളെ ഒന്നിനും കൊള്ളാത്തവരായിരിക്കാം. പക്ഷെ നമുക്കൊന്നിനും യേശുവിനെ വിശ്വസിച്ച് കുറവുണ്ടാകത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യേശുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ല. അങ്ങനെ കുറവുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ശരിക്കും യേശുവിൽ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ യേശുവുമായി നല്ലൊരു ബന്ധത്തിൽ പോകുന്നില്ല. ഒരു കാര്യം ഉറപ്പിച്ചോ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി, അവൻ ഈ ലോകത്ത് ജീവിക്കുന്നെങ്കിലും അവൻ ഈ ലോകത്തിന്റെ ഭാഗമല്ല. എത്ര പേര് ഹല്ലേലൂയ പറയും? ഈ ലോകത്തിന്റെ ഭാഗമല്ല. അവരുടെ മനസ്സ് മാറുകയാണ്. പഴയ മനസ്സ് മാറി പുതിയൊരു മനസ്സിലേക്ക് വരികയാണ്. നേരത്തെ അവന് കോൺഫിഡൻസ് ഇല്ല. ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും, ഭയങ്കര സങ്കടമായിരിക്കും, ഭയങ്കര കാര്യങ്ങളായിരിക്കും. പക്ഷെ യേശുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ സങ്കടങ്ങൾ മാറുക. കാരണം അവന് ഡീൽ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവും ഈ ലോകത്തില്ലാതെ വരും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആ വ്യക്തി ഇപ്പോഴും എന്ത് ചെയ്യാണ്? ആത്മാവിൽ പുതുക്കപ്പെട്ടിട്ടില്ല, രൂപാന്തരപ്പെട്ടിട്ടില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ നമ്മുടെ ആത്മീകമായി നമ്മളെ ഒന്ന് ശോധന ചെയ്യണം, നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ദൈവദാസനുമായി ബന്ധപ്പെടണം. ഹല്ലേലൂയ. നമ്മള് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അവൻ അദൃശ്യ ലോകത്തെയും ദൃശ്യ ലോകത്തെയും ഒരുമിച്ച് കാണുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ആദം ഹവ്വയൊക്കെ എങ്ങനെയായിരുന്നു? ദൈവം അവരെ സൃഷ്ടിച്ചു, അവർ ദൈവത്തോട് കൂടെ ജീവിച്ചു. അവർ ഈ ലോകത്തെ കണ്ണുകൾ കൊണ്ട് കണ്ടു, പക്ഷേ അദൃശ്യ ദൈവരാജ്യം അവർ കണ്ടോണ്ടിരിക്കുക. കാരണം ദൈവം ആത്മാവായ ദൈവത്തെ അവർ കണ്ടോണ്ടിരിക്കുക. ദൈവത്തിന് നമ്മളെ പോലെ ഒരു ജഡമോ ഒരു ശരീരമോ ഒന്നുമില്ല. ആത്മാവായ ദൈവം അവരുടെ കൂടെ നടക്കുക, അവരുടെ കൂടെ ഇരിക്കുക, സംസാരിക്കുക. അതാണ് ആത്മാവിലായ ഒരു വ്യക്തിയുടെ അവസ്ഥ. അവൻ ഈ ലോകത്തുണ്ടെങ്കിലും അവൻ സ്തോത്രം ആത്മീയ മനസ്സിൽ അവൻ ജീവിക്കുന്നു. ദൃശ്യ ലോകമല്ല, അദൃശ്യ ലോകവും അവന് വഴങ്ങും. ദൃശ്യലോകം എന്ന് പറഞ്ഞാൽ കാണുന്ന ലോകം, അദൃശ്യ ലോകം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം. ആ ദൈവരാജ്യം ഇന്ന് പകൽക്കാലം എവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവരാജ്യമാണ്. എല്ലാവരും ദൈവരാജ്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ. നമ്മൾ പലപ്പോഴും നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആത്മാവിലായിട്ടില്ല. നടക്കുമെന്നുള്ള വിശ്വാസം നമുക്കില്ല. സംശയം നമ്മളിലേക്ക് കയറുക. നടക്കുവോ, സംഭവിക്കുവോ, അത് സംഭവിക്കാതിരുന്ന എന്തോ ചെയ്യും, ഇത് നടക്കാതിരുന്ന എന്തോ ചെയ്യും, അയ്യോ കഷ്ടമായി പോകും, പ്രയാസമായി പോകും. ഈ ഒരു അവസ്ഥ കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ടെൻഷൻ കയറി വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തോട് കൂടുതൽ സമയം ചെലവഴിക്കുവാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. ഹല്ലേലൂയ. നമുക്കറിയാം നിക്കോദോമസിനെ കുറിച്ച് അറിയാം. നിക്കോദോമസ് യേശുവിന്റെ അടുത്ത് പരീശന്മാരെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ കുറ്റങ്ങളെല്ലാം അവർ രഹസ്യമായി ചെയ്യും, പരസ്യമായി മറ്റുള്ളവരുടെ കുറ്റങ്ങൾ വിചാരണ ചെയ്യും. അതായിരുന്നു ആ പരീശന്മാരുടെ ഒരു അവസ്ഥ. പരസ്യമായി അവർ ദൈവത്തെ ആരാധിക്കുന്നു, പിതാവിനെ ആരാധിക്കുന്നു, ഒരു പ്രകസനം കാണിക്കും. രഹസ്യമായി ദൈവത്തിൽ യാതൊരു ബന്ധവുമില്ല. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ഇപ്പോഴത്തെ ആത്മീയ ജീവിതത്തിൽ രഹസ്യമായി ദൈവത്തോട് ഭയങ്കര ബന്ധമാണ്, പരസ്യമായിട്ട് ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. കണ്ടോ, നിക്കോദോമസ് യേശുവിനെ കാണാൻ എപ്പോഴാ എത്തിയത്? രാത്രിക്കായി എത്തിയത്. എന്താ രാത്രിക്ക് എത്താനുള്ള കാരണം? കാരണം അവരുടെ ആൾക്കാരൊന്നും കാണാൻ പാടില്ല. അവരുടെ ആൾക്കാർ കണ്ടാൽ എന്ത് ചെയ്യും? അന്നത്തെ രാജാവിന്റെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ആര്? അല്ലെങ്കിൽ ഉപദേശകനായിരുന്നു. അവിടുത്തെ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നു ആര്? ലീഗൽ അഡ്വൈസർ ആയിരുന്നു ആര്? നിക്കോദോമസ് ആ യേശുവിന്റെ അടുത്ത് വന്നാൽ യേശുവിനെ എല്ലാവരും വെറുക്കുന്ന ആൾക്കാരാ. ആ കാലത്ത് യേശു എന്ന് പറഞ്ഞ ദൈവമെന്ന് എല്ലാരും കണക്ക് കൂട്ടിയിരുന്ന യേശുവിനെ
ദൈവമെന്ന് പറഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന് പിതാവായ ദൈവം ഒരാളെ ഉള്ളൂ, ഈ ലോകത്ത് ദൈവമെന്ന് പറഞ്ഞ അവസ്ഥയിൽ പരീശന്മാർ എന്ത് ചെയ്തു? പരീശന്മാരാരും കാണാതെ രഹസ്യമായി ഇവന് വെളിപ്പെട്ടു, യേശു ദൈവമാണ് എന്ന് വെളിപ്പെട്ടു. അല്ലെങ്കിൽ യേശുവിന്റെ കൂടെ ദൈവമുണ്ട് എന്ന് അവന് വെളിപ്പെട്ടു. എന്നിട്ട് അവൻ എപ്പോഴാ ചെന്ന്? രാത്രിയിൽ ആരും കാണാതെ യേശുവിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് എന്താ ചോദിച്ചേ? യോഹന്നാൻ 3:1-2-3 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. പരീശന്മാരുടെ കൂട്ടത്തിൽ വായിച്ചു. യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദമസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഇതാ അവസ്ഥ. യേശുവിനെ കാണാൻ ഒരു കാര്യം നടക്കുക വേണം, പക്ഷെ യേശുവിന്റെ ആളാണ് ലോകം അറിയാൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് വിശ്വാസത്തിൽ പൂർത്തീകരണത്തിൽ എത്താൻ കഴിയത്തില്ല. കാരണം അവരെപ്പോഴും മൈൻഡ് ചെയ്യുന്ന ആരെയായിരിക്കും? മറ്റുള്ളവരെ. അവര് കാണുമോ, ഇവര് കാണുമോ, അവര് കാണുമോ, ഇവര് കാണുമോ, അവര് കാണുമോ, ഇവര് കാണുമോ. ആദ്യം നമ്മൾ ആ മനസ്സിനെ പൊട്ടിക്കണ്ടേ. യേശുവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിന്റെ കൂടെ ദൈവമില്ലെങ്കിൽ നിനക്ക് ഈ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം നിന്റെ കൂടെ ഉണ്ട്. അതിന്റെ അർത്ഥം എന്റെ കൂടെ ദൈവമില്ല, നിന്റെ കൂടെയാ ഉള്ളത്. കാരണം എനിക്ക് ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്കത് കഴിയാത്തിടത്തോളം കാലം എന്റെ കൂടെ ദൈവമില്ല. ദൈവമുള്ളത് നിന്റെ കൂടെയാ. ദൈവമില്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ യേശു അവനോട് എന്താ പറഞ്ഞേ? നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നതാ, വീണ്ടും ജനിച്ചില്ലെങ്കിൽ, നമ്മൾ പഴയ മനസ്സിൽ നിന്ന് പുതിയ മനസ്സിലേക്ക് രൂപാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ ദൈവരാജ്യം നമുക്ക് കാണാൻ പറ്റത്തില്ല. നമുക്ക് പറഞ്ഞുകൊണ്ട് നടക്കാനേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ദൈവരാജ്യമുണ്ട്, അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, അത് നടക്കും, ഇത് നടക്കും, ഒക്കെ നടക്കും. പാസ്റ്റർക്കെല്ലാം നടക്കും, എനിക്കൊന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. എന്നെ പോലെ നിങ്ങളും യേശുവിനെ പോലെ നമ്മളെല്ലാവരും ആകണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം. നമ്മളെ ആ കാണുന്നതിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, കാണാത്തതിൽ വിശ്വസിക്കാൻ അറിയണം. കാണുന്നത് എന്താ? കാണുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ. അതുകൊണ്ട് കാണാത്തതിൽ നമ്മൾ വിശ്വസിച്ച് തുടങ്ങണം. അതിന് കഴിയണം. കാണാത്തതിൽ വിശ്വസിക്കണം. യേശു അങ്ങനെയായിരുന്നു. യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ അങ്ങനെയായിരുന്നു. നമ്മളും അങ്ങനെയായിരിക്കണം. എങ്ങനെ വിശ്വസിക്കും? കാണാത്തതിൽ വിശ്വസിക്കണം. എനിക്ക് ആവശ്യമുള്ള പണമില്ല, പക്ഷെ ഉണ്ടാകും. ഉറക്കെ പറഞ്ഞു, എനിക്ക് ആവശ്യമുള്ളത് ഉണ്ടാകും. എന്റെ രോഗം സൗഖ്യമായിട്ടില്ല, പക്ഷെ സൗഖ്യം. നിങ്ങൾ യേശു പറഞ്ഞൊരു കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അത് സംഭവിക്കും. ഉറക്കെ പറഞ്ഞു, ഞാൻ വിശ്വസിക്കാൻ. ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ അത് സംഭവിക്കും. നമ്മൾ മാറണം. ഗോതമ്പ് നിലത്ത് വീണ് നമ്മൾ കുഴിച്ചിട്ടാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നെല്ലോ ഗോതമ്പോ നിലത്തിട്ടാൽ അതിന്റെ ആദ്യത്തെ മണി പൊട്ടും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് വേറെ ചെടി വരും. ആദ്യത്തെ ചെടി പൊട്ടുന്നില്ലെങ്കിൽ, അത് നശിക്കുന്നില്ലെങ്കിൽ, ചാകുന്നില്ലെങ്കിൽ വേറെ വരത്തില്ല. ഹല്ലേലൂയ. നമുക്ക് ഇപ്പോഴും ടെൻഷനും പ്രയാസങ്ങളും, അത് നടക്കും, ഇത് നടക്കും, അത് നടക്കും, ഇത് നടക്കും, സങ്കടം ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചത്തിട്ടില്ല. ജഡമനസ്സ് മരിക്കണം, ആത്മീയ മനസ്സ് എഴുന്നേൽക്കണം. ഒന്നുറക്കെ പറഞ്ഞു, ജഡമനസ്സ്, ആത്മീയ മനസ്സ്. ജഡമനസ്സ് മരിക്കണം, ആത്മീയ മനസ്സ്. ആത്മീയ മനസ്സ് എഴുന്നേൽക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഗോതമ്പ് വായിച്ച യോഹന്നാൻ 24 25-26 വാക്യങ്ങൾ ഒന്ന് വായിച്ചത്. യോഹന്നാൻ 2:12 24, 25, 26 വായിച്ചോട്ടെ. പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെയിരിക്കും. നമ്മൾ ആത്മീയ ജീവിതത്തിൽ വീണിട്ട് നമ്മുടെ ജഡമനസ്സ് ചത്തില്ലെങ്കിൽ അതുപോലെ തന്നെ ഇരിക്കും. നമ്മുടെ പഴയ സ്വഭാവം നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോ ആ പഴഞ്ചൊല്ല് കറക്റ്റ് ആവും. പഴഞ്ചൊല്ല് ആർക്കാ ഉള്ളത്? ഭൗതികനാണുള്ളത്. എന്താ പറയുന്നത്? ചെറുപ്പത്തിലെ ശീലം ചൊട്ട വരെ. ആ സംഭവത്തിലേക്ക് നമ്മൾ പോവാ. നമ്മൾ എന്ത് ചെയ്യണം?
നമ്മൾ ചാകണം. നമ്മൾ ചത്തിട്ട് പുതിയ വ്യക്തി, ആത്മാവിൽ പുതിയ വ്യക്തി ജനിക്കണം. എത്ര പേരെന്ന് ഹല്ലേലൂയ പറയും? ഒന്ന് പറഞ്ഞ് കൈ ഉയർത്തി പറഞ്ഞ്, ഞാൻ ചത്തിട്ട് പുതിയ സാധനം ജനിക്കണം. ഇത് പഴയ കുപ്പി പുതിയത്, സാധനം പഴയതാ. ലേബല് മാറ്റിയെന്നേ ഉള്ളൂ. ലേബലൊക്കെ ഒന്ന് ഒന്ന് പുതുതാക്കി, നല്ല കളർഫുൾ ആക്കി, ആ ബോട്ടിലൊക്കെ ഒന്ന് മാറ്റി അല്ല അടിപൊളിയാക്കി. പക്ഷെ ഉള്ളിലത്തെ സാധനം എന്തുവാ? ഇപ്പോഴും പഴയതാ. മാറണം. മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണം. ഇത് മതി, എന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ മതി എന്നല്ല, ഇതിൽ കൂടുതൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ റെഡിയാണോ? എത്ര പേർ റെഡിയാ? 2022 നമ്മൾ കാലെടുത്ത് വെക്കാൻ പോവാ. 2021 കേമമായി, അല്ലെങ്കിൽ 2021 അനുഗ്രഹമാക്കി തീർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആരാ? നിങ്ങളാ. എത്ര പേര് ഹല്ലേലൂയ പറയാൻ പറ്റും? തീരുമാനം നിങ്ങളാ. ദൈവം ആൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ കുട്ടികൾ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, അവർ കുറച്ചുകൂടെ ഡെവലപ്പ് ആവണം, അവർ ഉയർച്ച പ്രാപിക്കണം, ആ അനുഗ്രഹം പ്രാപിക്കണം എന്ന് ദൈവത്തിന് നേരത്തെ പദ്ധതിയുണ്ട്. പക്ഷെ നമ്മൾ എത്തുന്നില്ലെങ്കിൽ എന്താ പ്രശ്നം? ജഡം ഇങ്ങനെ പിടിച്ചു വലിക്കുക. നീ പാസ്റ്റ് പറയുന്നൊന്നും മുഴുവൻ കേൾക്കണ്ട, കുറച്ച് കേട്ടാ. കുറച്ചൊക്കെ നീ നിന്റെ ലെവലിൽ പോകും. ബാക്കി എന്ത് ചെയ്യാ? ബാക്കി പാസ്റ്റ് പറയുന്ന മുഴുവൻ കേൾക്കണ്ട. മുഴുവൻ കേട്ടാ നീ മാറും, ഉറപ്പാ. നീ രൂപാന്തരപ്പെടും, നീ മാറ്റപ്പെടും, പുതിയ മനസ്സുണ്ടാവും. ഒരിക്കലും പുതിയത് പറയുന്ന കേൾക്കണ്ട. പഴയതിൽ കുറെയൊക്കെ പഴയ പാസ്റ്റർ അങ്ങനെ പലതും പറയും. പഴയതിൽ ഇങ്ങനെ പോയാൽ മതി, പോരാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ പുതുതാകണം. നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ ഡീൽ ചെയ്യാൻ കഴിയും. കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. വായിച്ചാൽ ഒരിക്കൽ കൂടെ യോഹന്നാൻ 12:24 വായിച്ചാട്ടെ. ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ ആത്മീയ ജീവിതത്തിൽ, ആത്മീയ ലൈഫിൽ നമ്മൾ ചാടി വീണോ അത് ചാകുന്നില്ലെങ്കിൽ, പുറത്തെ മനുഷ്യൻ, ജഡമനുഷ്യൻ ചാകുന്നില്ലെങ്കിൽ, ജഡമനുഷ്യനിൽ ആരാ ജീവിക്കുന്നത്? പിശാച് ജീവിക്കുക. ആത്മീയ മനസ്സിൽ ആരാ ജീവിക്കുന്നത്? യേശു ജീവിക്കുക. ഈ പുറത്തെ മനസ്സ് കാണിച്ചു തരുന്നതല്ല കാഴ്ച. അത് കാണിച്ചു തരുന്ന നടക്കത്തില്ല, സംഭവിക്കത്തില്ല, ഇത് നടക്കത്തില്ലെന്ന് കാണിച്ചു തരും. പക്ഷെ ഏത് നടക്കണം? നമ്മുടെ ആത്മാവിനുള്ളിലുള്ള നടക്കണം. അത് വിശ്വസിക്കരുത്. നമ്മുടെ തലച്ചോറിനുള്ളിൽ പുകച്ചോണ്ടിരിക്കും, എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ മർദ്ദിച്ചുകൊണ്ടിരിക്കും. അത് നടക്കത്തില്ല, ഇത് നടക്കത്തില്ല, നിന്റെ ജീവിതം പോക്കാ, നീ കട്ടപ്പോകയാ, നിന്റെ ജീവിതം ഒരിക്കലും രക്ഷപ്പെടത്തില്ല, ഇതിങ്ങനെ തന്നെ ആവുള്ളൂ. പക്ഷെ അതിനെ ജയിക്കുവാൻ നിങ്ങൾ ആത്മീയ മനസ്സിൽ ഉണർന്നെഴുന്നേക്കണം. നമ്മൾ 2022 നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കണം. കർത്താവേ, പഴയ ടെൻഷൻ, പഴയ നിരാശ, പഴയ സങ്കടങ്ങൾ എനിക്ക് വേണ്ട, ഞാൻ പുതിയതിലേക്ക് പോവുകയാണ്. സങ്കടങ്ങളും ടെൻഷനും ഒക്കെ ആരാ തരുന്നേ? യേശുവിൽ വിശ്വസിക്കുന്നവൻ പുതുതാ. അവന്റെ വീട്ടിലെ ഉപകരണങ്ങൾ പുതിയതാ, അവന്റെ ജീവിതം പുതിയതാ, അവന്റെ വീട് പുതിയതാ, അവനോട് ചേർന്ന് നിൽക്കുന്ന സകലം പുതിയതാ. അവന്റെ കൂടെ ഒരാൾ വന്നുപെട്ട അവനെ അവൻ രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. ചന്ദനം ചാരിയ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ കൂടെ ചുമ്മാ ഒരുത്തൻ നടന്നു പോയാൽ അവനെ കോൺഫിഡൻസ് കൊടുത്ത്, അവന് വിശ്വാസം കൊടുത്ത്, നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയാൻ നാവ് പൊങ്ങണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആദ്യം അങ്ങനെ ആകണം. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കണം, ഞാൻ അനുഗ്രഹിക്കപ്പെടും. പിശാച് പറഞ്ഞുതരും നിന്റെ കാര്യം നടക്കാൻ പോകുന്നില്ല, ആ പ്രശ്നം, ആ കേസ്, അതൊന്നും ശരിയാവാൻ പോകുന്നില്ല. പിശാച് പറഞ്ഞുതരും ആ ജോലി കിട്ടാൻ പോകുന്നില്ല, ആ വീട് വെക്കാൻ നിന്നെ കൊണ്ട് സാധിക്കത്തില്ല, ആ ജോലി പൂർത്തീകരിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കത്തില്ല. പിശാച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് ചിന്തിക്കുന്നതെല്ലാം ആരാ ചിന്തിക്കുന്നത്? പഞ്ചേന്ദ്രിയങ്ങളിലും അതിന്റെ തലച്ചോറിലും അതിന്റെ ബുദ്ധിയിലും ജീവിക്കുന്ന പിശാച് നമുക്ക് കാണിച്ചു തരിക. പക്ഷെ ആത്മീയ ബുദ്ധിയിലും അതിന്റെ മനസ്സിലും ജീവിക്കുന്ന യേശു ഇത് ചെയ്യത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ സ്തോത്രം പറയും. നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കരങ്ങൾ അടിച്ചൊന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തിനും വേണ്ടി, നമ്മുടെ വിദേശത്തും സ്വദേശത്തും അവിടെ ഇവിടെ ഒക്കെ ഉള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. എത്ര പേര് ഹല്ലേലൂയ പറയും? ചേർന്ന് പ്രാർത്ഥിച്ചാണ് എല്ലാവരും. നിങ്ങൾ അന്യഭാഷയിൽ നിങ്ങൾ കൂടുതൽ ശക്തരാകണം. കൂടുതൽ നിങ്ങൾ അന്യഭാഷയിൽ ശക്തരായ മതിയാവും. വളരെ 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 ലോ ആയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പോരാ, ഇത് പൊട്ടണം. പടക്ക പൊട്ടുന്ന മാതിരി പൊട്ടിക്കൊണ്ടിരുന്നാലേ നമ്മൾ ആത്മീയ മനസ്സ്, ജഡ മനസ്സ് വിടത്തുള്ളൂ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ചേർന്ന് പ്രാർത്ഥിക്കാം.
യെസ്, ഗ്ലോറി ജീസസ്, ഹല്ലേലൂയ. പിതാവേ, ഇന്ന് പകൽ നടുവേദനയായി ഭാരപ്പെടുന്ന, നട്ടലിന് പ്രോബ്ലമായി ഭാരപ്പെടുന്ന, ഡിസ്ക് കംപ്ലൈന്റ് ആയി ഭാരപ്പെടുന്ന ഒത്തിരി വ്യക്തികൾ ഇന്ന് കാണിച്ചു തരിക. എന്റെ പിതാവരെ സൗഖ്യമാക്കിയാണ്, സൗഖ്യമാക്കിയാണ്. തൊട്ടാട്ടെ, ശരീരത്തിന്റെ തല മുതൽ പാദം വരെയുള്ള വേദനകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സ്വർഗം തുറന്ന് എന്റെ പിതാവ് സൗഖ്യമാക്കിയനായി സ്തോത്രം. ഹല്ലേലൂയ. സൗഖ്യമാകുന്നു. കൈവച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ സൗഖ്യമായിരിക്കും. വിശ്വസിക്കുക. ഏറ്റെടുക്കുക. ആമേൻ. ഹല്ലേലൂയ.